Welcome back to Polar class. Today we have 7th standard English. We are doing the activities of the poem The Owl and the Pussycat. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്തു. ഇനി ഒരു ആക്ടിവിറ്റി കൂടിയുണ്ട്. You know the poet of this poem, Edward Lear. He was also famous for his limericks. Limerick. What is limerick? Limerick is a funny poem that has 5 lines with the rhyme scheme A A B B A. ലിമറിക് എന്ന് പറഞ്ഞാൽ 5 വരികളുള്ള ചെറിയ പോയമാണ്. അതുപോലെ തന്നെ അതിൻ്റെ റൈം സ്കീം എ എ ബി ബി എ. അതായത് ആദ്യത്തെ 2 വരികൾ അവസാനിക്കുന്നത് ഒരേ സൗണ്ടിലായിരിക്കും. പിന്നെ മൂന്നാമത്തെയും നാലാമത്തെയും വരി അവസാനിക്കുന്നതും ഒരേ സൗണ്ടിലായിരിക്കും. പിന്നെ ലാസ്റ്റ് ലൈൻ അതായത് 5ാമത്തെ വരി അവസാനിക്കുന്നത് 1ഉം 2ഉം ലൈൻസ് അവസാനിച്ച അതേ സൗണ്ടിലാണ്. അപ്പോഴാണ് എ എ ബി ബി എ എന്ന റൈം സ്കീം വരുന്നത്. അപ്പോൾ നമുക്ക് 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ നോക്കിയേ. ദർ വാസ് എൻ ഓൾഡ് മാൻ ഓൺ എ ഹിൽ ഹൂ സെൽഡം ഇഫ് എവർ സ്റ്റുഡ് സ്റ്റിൽ. ഹി റാൻ അപ്പ് ആൻഡ് ഡൗൺ ഇൻ ഹിസ് ഗ്രാൻഡ് മദേഴ്സ് ഗൗൺ വിച്ച് അഡോൺഡ് ദാറ്റ് ഓൾഡ് മാൻ ഓൺ എ ഹിൽ. ഇപ്പോഴും ഇതിൻ്റെ ഫസ്റ്റ് 2 ലൈൻസ് അവസാനിക്കുന്ന വേർഡ്സ് ഹിൽ ആൻഡ് സ്റ്റിൽ, അതായത് എ എ. ദെൻ 3rd and 4th ഡൗൺ ആൻഡ് ഗൗൺ ബി ബി. ലാസ്റ്റ് ലൈൻ ഹിൽ. അപ്പോൾ റൈം സ്കീം നമുക്ക് കിട്ടി എ എ ബി ബി എ. അടുത്ത പോയം നോക്കിയേ. There once lived a boy called Toe who developed an enormous big toe. On it there sat a contented cat, a granny, a toad and a crow. അപ്പം ഫസ്റ്റ് 2 ലൈൻസിൻ്റെ റൈം വേർഡ്സ് ജോ ആൻഡ് ടോ. 3rd and 4th സാറ്റ് ആൻഡ് ക്യാറ്റ്, ലാസ്റ്റ് ക്രോ. അപ്പോൾ ഇവിടുത്തെയും റൈം സ്കീം എ എ ബി ബി എ. അപ്പം ഇതാണ് ലിമറിക്. ഇനി ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയേ. റൈറ്റ് എ ലിമറിക് ഓഫ് യുവർ ഓൺ ബിലോ ആർ സം ഫസ്റ്റ് ലൈൻസ് ടു സ്റ്റാർട്ട് വിത്ത്. അപ്പം ആദ്യത്തെ വരി നമുക്ക് തന്നിട്ടുണ്ട്. എ വണ്ടർഫുൾ ബേർഡ് ഈസ് ദ പീകോക്ക്. അപ്പം നമ്മുടെ ജോലി ബാക്കി 4 ലൈൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ റൈം സ്കീം നമ്മുടെ മനസ്സിലിരിക്കണം. അപ്പോൾ ഇത് പീകോക്കാണ്. കു എന്നുള്ള സൗണ്ടിലാണ് ആദ്യത്തെ ലൈൻ അവസാനിച്ചത്. അപ്പം ഇതേ സൗണ്ടിൽ അവസാനിക്കുന്ന ഒരു ലൈൻ ആദ്യം എഴുതണം. എ ബ്യൂട്ടിഫുൾ ബേർഡ് ഈസ് ദ പീകോക്ക്. അപ്പം നമുക്ക് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. Now we are going to study a beautiful or an interesting story. The Song of Songs is written by Swapna Dutta. The story highlights the joy that music creates and also throws light upon the noble relationship between a guru and his disciple in the Indian tradition. മ്യൂസിക് നമുക്ക് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്ന സന്തോഷത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധവും ഇന്ത്യൻ സംസ്കാരത്തിൽ അതിനുള്ള സ്ഥാനവും, അതുപോലെ തന്നെ എ മാൻ ബിക്കംസ് ഗ്രേറ്റ് വെൻ ഹി ഈസ് ഹംബിൾ ആൻഡ് നോട്ട് ഇഗോയിസ്റ്റിക് ദ സ്റ്റോറി സെയിംസ് ടു സജസ്റ്റ്. ഒരു മനുഷ്യൻ എത്രത്തോളം വിനീതനാകുന്നോ അത്രത്തോളം വലിയവനും ആകുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോറിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. You can start the story, page number 49. Slowly, gently, the exhausted musician laid his tambura on the carpet. The exquisite strains of Rag Darbari still vibrated within the hall. Emperor Akbar looked up, his eyes lit with admiration. "Wonderful," he said, "superb. I listen to you every day, but I can't seem to have enough." Slowly, gently, the exhausted musician, exhausted means extremely tired, വളരെ ക്ഷീണിതനായ ആ മ്യൂസീഷ്യൻ അദ്ദേഹത്തിൻ്റെ തമ്പുരു കാർപ്പറ്റിൽ വെച്ചു. എങ്ങനെയാണ് വെച്ചത്? വളരെ സാവധാനം. സ്ലോലി, ജെന്റ്ലി. The exquisite strains of Rag Darbari still vibrated within the hall. അസാമാന്യ വൈശിഷ്ട്യമുള്ള ഒരു രാഗമാണ് ദർബാരി. അപ്പം പ്ലീസ് ലിസൺ ദ രാഗ്.
ഗ്രേറ്റ്, isn't it? വളരെ മനോഹരമായ ഒരു രാഗമാണ് ദർബാരി. It is a very popular raga in Carnatic music. It was brought into North Indian music by Tansen, the legendary 16th century composer in Emperor Akbar's court. അപ്പം കർണാട്ടിക് മ്യൂസിക്കിലെ വളരെ പ്രസിദ്ധമായ ഒരു രാഗമാണ് ഈ രാഗ ദർബാരി. ഇത് നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ടാൻസനാണ്. ടാൻസൺ അക്ബറുടെ കൊട്ടാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മ്യൂസീഷ്യൻ. എംപറർ അക്ബർ ലുക്ക്ഡ് അപ്പ് ഹിസ് ഐസ് ലിറ്റ് വിത്ത് അഡ്മിറേഷൻ. വളരെ ആദരവോടുകൂടി അദ്ദേഹം ടാൻസണിനെ നോക്കി. വണ്ടർഫുൾ, ഹി സെഡ്. സൂപ്പർബ്, ഐ ലിസൺ ടു യു എവറി ഡേ ബട്ട് ഐ കോൺട്ട് സീം ടു ഹാവ് ഇനഫ്. എല്ലാ ദിവസവും ഞാൻ താങ്കളെ ശ്രദ്ധിക്കാറുണ്ട്, എത്ര കേട്ടാലും അങ്ങയുടെ രാഗം എനിക്ക് മതി വരില്ല. ടാൻസൺ ദ മ്യൂസീഷ്യൻ ബോഡ് ഇൻ സൈലൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ദ നൗൺ ഫോം ഓഫ് ദി വേർഡ് ഗ്രേറ്റ്ഫുൾ. ഗ്രേറ്റ്ഫുൾ എന്നുള്ളതിൻ്റെ നൗൺ ഫോമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. വളരെ നന്ദിയോടുകൂടി അദ്ദേഹം തലകുനിച്ചു. നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. പിക്ക് ഔട്ട് ദി എക്സ്പ്രഷൻ ദാറ്റ് ഷോസ് ദാറ്റ് ദി മ്യൂസീഷ്യൻ വാസ് എക്സോസ്റ്റഡ് ബട്ട് നോട്ട് ദി ഇഫക്റ്റ് ഓഫ് ദ മ്യൂസിക്. ഇതാണ് ദി എക്സ്ക്വിസിറ്റ് സ്ട്രെയിൻസ് ഓഫ് രാഗ ദർബാരി സ്റ്റിൽ വൈബ്രേറ്റഡ് വിത്തിൻ ദി ഹാർട്ട്. ഐ ലിസൺ ടു എവറി ഡേ ബട്ട് ഐ കോൺട്ട് സീം ടു ഹാവ് ഇനഫ്. വാട്ട് ഡസ് ദ എംപറർ മീൻ ബൈ ദീസ്? എന്താണ് രാജാവ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഐ ലിസൺ ടു എവറി ഡേ ബട്ട് ഐ കോൺട്ട് സീം ടു ഹാവ് ഇനഫ്. എല്ലാ ദിവസവും ഞാൻ അങ്ങേ ശ്രദ്ധിക്കാറുണ്ട്, എത്ര കേട്ടാലും എനിക്ക് മതി വരുന്നില്ല. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയത്? ദ ഗ്രേറ്റ്നെസ് ഓഫ് ടാൻസൺസ് മ്യൂസിക്. ടാൻസൻ്റെ മ്യൂസിക്കിൻ്റെ ആ ഗ്രേറ്റ്നെസ്, അതിൻ്റെ മഹത്വമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. I think you have the most wonderful voice in the world, said Akbar. അക്ബർ എന്താ പറഞ്ഞത്? I think you have the most wonderful voice in the world. ലോകത്തിലെ ഏറ്റവും അതിശയകരമായ ശബ്ദം അങ്ങയുടേതാണ്. But I don't, Shehanshah, said Tansen with a smile. There is someone who sings far better than I do. ടാൻസണിൻ്റെ വിനീതമായ സ്വഭാവമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. He is so humble. But I don't, Shehanshah. You, Shehanshah. Shehanshah means sir. അതല്ല. There is someone who sings far better than I do. എന്നേക്കാൾ വളരെ മനോഹരമായിട്ട് വളരെ വളരെ മെലോഡിയസ് ആയിട്ട് പാടുന്ന ഒരുപാട് പാട്ടുകാരുണ്ട്. Really? cried the disbelieving Akbar. Cried means asked. Really? The disbelieving അക്ബർ. വിശ്വസിക്കാനാവാതെ അക്ബർ ചോദിച്ചു, യാഥാർത്ഥ്യമോ? ദെൻ ഐ മസ്റ്റ് ഹാവ് ഹിം സിങ് ഇൻ മൈ കോർട്ട്. ക്യാൻ യു അറേഞ്ച് ഇറ്റ്? എന്നാൽ അങ്ങനെയുള്ള ആളിനെ എനിക്ക് എൻ്റെ സദസ്സിൽ പാടിക്കണം. ടാൻസൺ ഷുക്ക് ഹിസ് ഹെഡ്. ഐ ആം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം സർ. എന്താ ടാൻസൺ പറഞ്ഞത്? അദ്ദേഹം വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. വാട്ട്? നോട്ട് ഈവൻ ഇഫ് he hears that the emperor himself summoned him. എന്താ പറഞ്ഞത്? രാജാവ് വിളിച്ചാൽ വരില്ലേ? No, not even then. This reply would have enraged any other emperor. ഈ മറുപടി ഏത് മഹാരാജാവിനെ ആയിരുന്നെങ്കിലും രോഷാകുലനാക്കിയനെ. But Akbar was different. Very well, Ustadji, said Akbar, smiling into Tanson's half-scared eyes. If he doesn't come, I shall go to him myself. Will you take me to him? Okay, ഉസ്താദ്ജി, ഒരു കാര്യം ചെയ്യാം. അദ്ദേഹം വന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയാൽ മതി. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ക്വാളിറ്റി ഓഫ് ടാൻസൺ ഈസ് റിവീൽഡ് വെൻ ഹി സേസ് ദർ ഈസ് സമ്മൺ ഹൂ സിങ്സ് ഫാർ ബെറ്റർ ദാൻ ഐ ഡു? അദ്ദേഹത്തിൻ്റെ simple and humble nature. I am afraid he will not come, sir. What impression do you get about the man from this comment? Because the man is scared of the emperor, or the man is a sannyasi, or the man is much more powerful than the emperor. ഏത് വേണമെങ്കിലും എഴുതാം. Here we know that this person is a sannyasi. Yes, sir, provided you do not come as the emperor of Hindustan. എന്താ പറഞ്ഞത്? എന്നാൽ
ഹിന്ദുസ്ഥാനിലെ ചക്രവർത്തി എന്ന നിലയിൽ നമുക്ക് അവിടെ പോകാം, ബുദ്ധിമുട്ടാണ്. ഐ ഷാൾ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. അപ്പോൾ അക്ബർ എന്താ റിപ്ലൈ ചെയ്തത്? ഒരു പാട്ടിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ആളെന്ന നിലയിൽ അവിടെ പോകാം. Sant Haridas was the man Tansen had spoken of. He had been Tansen's music teacher and he lived the austere life of a hermit. When Tansen and the emperor reached his hut, he was busy with his daily chores. When they asked him to sing, he smiled but said firmly, "I am long past the age for singing." Even his favorite people could not persuade him to change his mind. Sant Haridas was the man Tansen had spoken of. ഇവിടെ ടാൻസൻ സംസാരിച്ച ആരെക്കുറിച്ചാണ്? സന്ത് ഹരിദാസ്. യു നോ ഹു വാസ് ഹി? ഹി വാസ് ടാൻസൻസ് മ്യൂസിക് ടീച്ചർ ആൻഡ് ഹി ലിവ്ഡ് ദ ഓസ്റ്റർ ലൈഫ് ഓഫ് എ ഹെർമിറ്റ്. ഓസ്റ്റർ മീൻസ് വെരി സിമ്പിൾ. വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു സന്യാസിയാണ് സന്ത് ഹരിദാസ്. ടാൻസന്റെ ഗുരുവുമാണ്. When Tansen and his emperor reached his hut, he was busy with his daily chores. അപ്പോൾ ടാൻസനും അക്ബറും അവിടെ എത്തിയപ്പോൾ he was busy with his daily routines. അദ്ദേഹത്തിൻ്റെ ദിവസമുള്ള ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. When they asked him to sing, he smiled but said firmly, "I am long past the age for singing." ഇപ്പോൾ ഞാൻ ഒത്തിരി കാലമായിട്ട് പാട്ട് പാടുന്നില്ല. Even his favorite people could not persuade him to change his mind. അദ്ദേഹത്തിൻ്റെ വിശിഷ്ടരായ ശിഷ്യന്മാർ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മാനസിക നില മാറാനായി നിർബന്ധിക്കത്തുമില്ല. But Tansen knew how to get round him. He offered to sing before the Guru and he made a deliberate mistake. "That is not the right note, Tansen," cried his teacher, amazed. "What has happened to you?" But Tansen knew how to get round him. He offered to sing before his guru and he made a deliberate mistake. "That is not the right note, Tansen," cried his teacher, amazed. "What has happened to you?" But Tansen knew how to get round him. Get round means to succeed in solving a problem. ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ടാൻസന് അറിയാം. ഹി ഓഫേർഡ് ടു സിംഗ് ബിഫോർ ഹിസ് ഗുരു. ഗുരുവിൻ്റെ മുന്നിൽ അദ്ദേഹം പാടാമെന്ന് ഏറ്റു. ആൻഡ് ഹി മെയ്ഡ് എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. പാട്ട് പാടിയപ്പോൾ അദ്ദേഹം ഒരു മിസ്റ്റേക്കും വരുത്തി. ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് നോട്ട്, ടാൻസൻ, ക്രൈഡ് ഹിസ് ടീച്ചർ അമേസ്ഡ്. വളരെ ആശ്ചര്യത്തോടുകൂടി ടീച്ചർ എന്താ പറഞ്ഞത്? ഗുരു എന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് നോട്ട്, അതല്ല ശരിയായ നോട്ട്. വാട്ട് ഹാസ് ഹാപ്പൻഡ് ടു യു? നിനക്ക് എന്തു പറ്റി? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് റൈറ്റ് സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിയേ. വൈ ഡിഡ് ടാൻസൻ ആസ്ക് അക്ബർ ടു കം ആസ് ആൻ ഓർഡിനറി മാൻ? ദെൻ വൈ വാസ് ദ ഗുരു അമേസ്ഡ് വെൻ ടാൻസൻ കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്? ബിക്കോസ് ഹി നെവർ എക്സ്പെക്റ്റഡ് ടാൻസൻസ് ടു കമ്മിറ്റ് സച്ച് എ മിസ്റ്റേക്ക്. ഗുരു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ടാൻസൻ ഇതുപോലുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുമെന്ന്. നെക്സ്റ്റ് പാരഗ്രാഫ്. ടാൻസൻ ഡിഡ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ടീച്ചർ ആൻഡ് ഹി മെയ്ഡ് ദ സെയിം മിസ്റ്റേക്ക് എഗെയിൻ. Exasperated, Sant Haridas took the tambura from Tansen's hands and sang the right note. When he went on to the next and the next, Tansen did not seem to understand his teacher and he made the same mistake again. ഗുരു പറഞ്ഞിട്ടും ടാൻസന് മനസ്സിലാകാത്ത രീതിയിൽ ടാൻസൻ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു. അതെന്തിനായിരിക്കാം? ഗുരു ടാൻസന്റെ കയ്യിൽ നിന്ന് തമ്പുരു വാങ്ങിച്ച് പാടാൻ വേണ്ടി. എക്സാസ്പറേറ്റഡ്, Sant Haridas took the tambura from Tansen's hands. Angry, എക്സാസ്പറേറ്റഡ് മീൻസ് ആംഗ്രി ആൻഡ് ഇറിറ്റേറ്റഡ്. വളരെ ദേഷ്യം തോന്നി ഗുരുവിന്. അദ്ദേഹം എന്താ ചെയ്തത്? ഹി ടുക്ക് ദ തമ്പുര ഫ്രം ടാൻസൻസ് ഹാൻഡ്സ്. ടാൻസന്റെ കയ്യിൽ നിന്നും തമ്പുരു വാങ്ങി. ആൻഡ് സാങ് ദ റൈറ്റ് നോട്ട്, ശരിയായ നോട്ടിൽ പാട്ട് പാടി. Then he went on to the next and the next. Went on means continued. അദ്ദേഹം ഓരോരോ നോട്ടുകളിലേക്ക് പാട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. The melody of his voice spread across the forest like the first glimmer of dawn or the fragrance of jasmine. Both Akbar and Tansen listened to him as if they were hypnotized, and the emperor realized that Tansen had spoken the truth.
He had not known that music could be like this. He had certainly never heard anything like it before. The melody of his voice spread across the forest. എന്താ നോക്കിയേ, നിങ്ങൾ ആ ചിത്രം ശ്രദ്ധിച്ചേ. ദ മെലോഡി ഓഫ് ഹിസ് വോയിസ് സ്പ്രെഡ് അക്രോസ് ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിലാകമാനം അത് ആ സ്വീറ്റ് വോയിസ് സ്പ്രെഡ് ചെയ്യുന്നു, ആ മധുരഗാനം വ്യാപിക്കുന്നു. ലൈക്ക് ദ ഫസ്റ്റ് ഗ്ലിമർ ഓഫ് ഡോൺ ഓർ ദ ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ. ആദ്യത്തെ പ്രഭാത കിരണം പോലെ, അല്ലെങ്കിൽ മുല്ലപ്പൂ വിരിഞ്ഞു വരുന്ന ആ സ്വീറ്റ് സ്മെൽ. ഫ്രാഗ്രൻസ് മീൻസ് സ്വീറ്റ് സ്മെൽ. ബോത്ത് അക്ബർ ആൻഡ് ടാൻസൺ ലിസൺ ടു ഹിം ആസ് ഇഫ് ദേ വെർ ഹിപ്നോട്ടൈസ്ഡ്. അവർ ഹിപ്നോട്ടൈസ്ഡ് ആയതുപോലെ അക്ബറും ടാൻസനും ശ്രദ്ധിച്ചു. അവർ വളരെ അവരുടെ മൈൻഡ് അവരുടെ കയ്യിൽ നിന്നും പോകത്തക്ക രീതിയിൽ, അതായത് വളരെ കെയർഫുള്ളായിട്ട് അവർ ശ്രദ്ധിച്ചു. അവരത് ലയിച്ചു പോയി. Both Akbar and Tansen listened to him as if they were hypnotized, and the emperor realized that Tansen had spoken the truth. അവർ ഹിപ്നോട്ടൈസ്ഡ് ആയതുപോലെ അക്ബറും ടാൻസനും ആ മ്യൂസിക്കിൽ ലയിച്ചു പോയി. ദ എംപറർ റിയലൈസ്ഡ് ദാറ്റ് ടാൻസൺ ഹാഡ് സ്പോക്കൺ ദ ട്രൂത്ത്. ഇപ്പോൾ രാജാവിന്, അക്ബറിന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞത്, ടാൻസൺ പറഞ്ഞത് വളരെ സത്യമാണ്. ഹി ഹാഡ് നോട്ട് നോൺ ദാറ്റ് മ്യൂസിക് കുഡ് ബി ലൈക്ക് ദിസ്. ഇതുപോലെ ഇത്രയും അതായത് ഒരു മ്യൂസിക്കിൻ്റേതായ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഹി ഹാഡ് സെർട്ടൻലി നെവർ ഹേർഡ് എനിത്തിങ് ലൈക്ക് ഇറ്റ് ബിഫോർ. ഒരിക്കലും അദ്ദേഹം ഇതുപോലെ വളരെ മെലോഡിയസ് ആയിട്ടുള്ളൊരു സോങ്, വളരെ മെലോഡിയസ് ആയിട്ടുള്ളൊരു വോയിസ് അദ്ദേഹം കേട്ടിട്ടേയില്ല. ആസ് ദേ വാക്ക്ഡ് ബാക്ക് ദ എംപറർ സഡൻലി ബ്രോക്ക് ദ സൈലൻസ് ടു ആസ്ക് ടാൻസൺ, വൈ കാണ്ട് യു സിംഗ് ലൈക്ക് ഹിം ഉസ്താദ്ജി? തിരികെ പോകുന്ന സമയത്ത് വളരെ രണ്ടുപേരും നിശബ്ദരായിട്ടാണ് പോകുന്നത്. അക്ബർ ചോദിച്ചു. എന്താ ചോദിച്ചത്? വൈ കാണ്ട് യു സിംഗ് ലൈക്ക് ഹിം ഉസ്താദ്ജി? ഇതുപോലെ താങ്കൾക്കും പാടിക്കൂടെ? ടാൻസൺ സ്മൈൽഡ്. ഷെഹൻഷാ, ഐ സിംഗ് അറ്റ് യുവർ കമാൻഡ്, ദ കമാൻഡ് ഓഫ് ദി എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. ബട്ട് ഗുരുജി സിംഗ്സ് ഫോർ വൺ ഹു ഈസ് ദ കിങ് ഓഫ് കിങ്സ്. His music springs from the depths of his soul, free and unasked for. How can my music hope to reach those heights? Tansen smiled. Shahanshah, I sing at your command, the command of the Emperor of Hindustan. ഹിന്ദുസ്ഥാനിലെ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരമാണ് ഞാൻ പാടുന്നത്. ബട്ട് ഗുരുജി സിംഗ്സ് ഫോർ വൺ ഹു ഈസ് ദ കിങ് ഓഫ് കിങ്സ്. പക്ഷേ ഗുരുജി പാടുന്നത് വൺ ഫോർ ദ കിങ് ഓഫ് കിങ്സ്. ആർക്ക് വേണ്ടിയാണ്? കിങ് ഓഫ് കിങ്സ് ഹിയർ മീൻസ് ഗോഡ്, ദൈവത്തിന് വേണ്ടിയാണ് ഗുരുജി പാടുന്നത്. ഹിസ് മ്യൂസിക് സ്പ്രിങ്സ് ഫ്രം ദ ഡെപ്സ് ഓഫ് ഹിസ് സോൾ. ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സോങ്ങാണത്. ഫ്രീ ആൻഡ് അൺആസ്ക്ഡ് ഫോർ. വളരെ സ്വതന്ത്രമായും ആവശ്യപ്പെടാതെയും ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ് ആ മ്യൂസിക്. ഹൗ ക്യാൻ മൈ മ്യൂസിക് ഹോപ്പ് ടു റീച്ച് ദോസ് ഹൈറ്റ്സ്? അത്രത്തോളം ഉന്നതിയിൽ എൻ്റെ മ്യൂസിക് എത്തുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാം? ഹൗ ക്യാൻ മൈ മ്യൂസിക് ഹോപ്പ് ടു റീച്ച് ദോസ് ഹൈറ്റ്സ്? അത്രത്തോളം ഉന്നതിയിൽ എങ്ങനെ എൻ്റെ മ്യൂസിക് എത്തും? ക്വസ്റ്റ്യൻസ് നോക്കിയേ. Why did Tansen make a mistake? It was a clever play by Tansen to make his guru sing. Then, what effect did the song of Sant Haridas have on nature? It is spread across the forest like the first glimmer of dawn or the fragrance of jasmine. What effect did the song of Sant Haridas have on Akbar and Tansen? Both were hypnotized. Why couldn't Tansen reach the heights of his guru's music? Tansen sings at the command of the emperor, but Guru sings for the King of Kings, that is, for God. Identify expressions from the story that show Tansen's respect to his guru. How can my music hope to reach those heights?
Do you like the story? You have to read it 3 or 4 times. Okay.